തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നേതാവ് രാജേന്ദ്രൻ ബി.ജെ.പിയിൽ ചേർന്നു. സി.പി.എമ്മിൻ്റെ വക്താവ് പോലെ ചാനൽ ചർച്ചകളിൽ സി.പി.എമ്മിന് വേണ്ടി സംസാരിക്കുന്ന റെജി ലൂക്കോസ് ഒരു രാത്രി കൊണ്ട് തന്നെ ബി.ജെ.പിയിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് തുടർച്ചയായി തന്നെ സി.പി.എം നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ഒഴുകുന്നു? മറ്റൊന്നുമല്ല, കാരണം ഇപ്പോൾ അറിയാൻ പറ്റും, പ്രധാനമായിട്ടുള്ള കാര്യം തുട്ട് തന്നെയാണ്, അധികാരം. അല്ലെ, അവർക്കറിയാം. കാരണം ഇപ്പം CPM എന്നുള്ള പാർട്ടി, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ അനിക്സ്പ്രേ പോലെ ആയിക്കൊണ്ടിരിക്കണം ഓരോ നിമിഷവും. കാരണം ത്രിപുരയിൽ എന്താ സംഭവിച്ചത്, ബംഗാളിൽ എന്താ സംഭവിച്ചത് നമ്മൾ കാണുന്നതാണല്ലോ. ഇവിടെ കിടന്ന് ഇവർ കുറച്ച് ഷോ കാണിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് SFI പിള്ളേരെ വെച്ചിട്ട് കുറച്ച് അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ആൾക്കാരുടെ ഇടയിൽ ഒന്നും വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇനി അങ്ങോട്ട്. കാരണം കേന്ദ്രം, ഇതിന് മുമ്പ് വരെയൊക്കെ ആൾക്കാർക്കൊരു തോന്നലുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർക്ക് കേന്ദ്ര ഭരണം ഒന്നോ രണ്ടോ പ്രാവശ്യം കുറേ ഇന്ത്യ മുൻ അങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ പിന്നീട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഗവേണൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായി തുടങ്ങി ഇനി ഇതൊക്കെ എളുപ്പമല്ല. ഇതെന്താ ആശയം, ഇവരൊക്കെ എന്ന് വെച്ചാൽ ആശയത്തെക്കാൾ ആമാശയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരാണ്. CPM-ന്റെ നേതാക്കൾ എപ്പോഴും ആശയത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ. അവർ പറഞ്ഞ ഏറ്റവും വലിയ കോമഡി അറിയാലോ ശ്രീജിത്ത്, എന്താണ് ഇടതുപക്ഷം ഉള്ളിടത്ത് താമര വിരിയില്ലെന്ന്. പക്ഷേ ഇപ്പോൾ നേരെ താമരക്കുളത്തിലേക്കുള്ളവരെല്ലാം ബ്രിട്ടാസ് എന്നൊരു പാലമൊക്കെ കെട്ടിക്കൊടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ എനിക്ക് റെജി ലൂക്കോസിൻ്റെ ആയിരുന്നു. എൻ്റെ തലേ ദിവസം വരെ ഒരു ചാനലിൽ പോയിരുന്നിട്ട് ആഞ്ഞടിക്കുവാണല്ലേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്ക് പുള്ളി നേരെ ഞാൻ അത്ഭുതം തോന്നി. പക്ഷേ ഇത് വളരെ എന്താ പറയുക, ഇത് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്നല്ല, എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പണ്ടൊക്കെ ആയിരുന്നു ആശയത്തിന് പ്രാധാന്യം കൊടുത്തുള്ള മനുഷ്യർ. ആശയത്തിനേക്കാളേറെ ആമാശയത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ തൊഴിലാളി തോട്ടം മേഖലയിലൊക്കെ ഭയങ്കര ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മർദ്ദിതർക്കും ചൂഷിതർക്കും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിലനിൽക്കുക അങ്ങനെയുള്ള പാർട്ടിയാണ്. എന്നിട്ട് അവർ BJP എന്നുള്ള പാർട്ടീനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഫാസിസം അല്ലെങ്കിൽ സവർണ ഹെച്ച്മണി ഇട്ട് കൊലുക്കിക്കൊണ്ട് കിടക്കുന്ന പാർട്ടി എന്നാണ്. നോക്കൂ, തോട്ടം മേഖല, അവിടെ നമുക്കറിയാം തോട്ടം മേഖലയിലുള്ള പണിക്കാരെല്ലാവരും കൂടുതൽ ഏറ്റവും താഴെ പിന്നോക്കമാണ്. പിന്നെ അവരുടെ തന്നെ ഒരു സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടായിക്കോട്ടെ, ഇപ്പം മതത്തിൻ്റെ കാര്യം അല്ല ജാതിയുടെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാലും പാവം ഏറ്റവും അങ്ങനെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ നിന്നിട്ട് പ്രവർത്തിച്ച് ഉയർന്നു വന്ന ഒരാൾ പിന്നീട് നേരെ BJPയിലേക്ക് പോവാണ്. ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഇനി നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും പ്രമുഖരായിട്ടുള്ള ഏറ്റവും അത്ഭുതം തോന്നുന്നത് PP ദിവ്യ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. പക്ഷെ ഇതൊക്കെ എന്താണ് അല്ലേ, അതിപ്പോൾ BJPക്ക് ആയിക്കോട്ടെ, അവർക്കിങ്ങനെ ആൾക്കാരെ നല്ല രീതിയാണെന്നൊന്നും എനിക്ക് തോന്നില്ല. PP ദിവ്യയെ പോലെയൊക്കെ ഉള്ളൊരു രക്തദാഹിയായിട്ടുള്ള രക്തരക്ഷസിൻ്റെ ഒക്കെ പാർട്ടിക്ക് എടുത്തിട്ട് അവർ എന്ത് പോർട്രേ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ഇതാണ്. ഇതുപോലൊരു ചർച്ച പണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം ജയിലിൽ കിടക്കുന്ന പത്മകുമാറിൻ്റെ കാര്യത്തിൽ. പത്മകുമാറും ഇടതുപക്ഷമായിട്ട് ഇടഞ്ഞു നിന്നപ്പം BJP നേതാക്കൾ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ആ സമയം പറഞ്ഞു ഞാൻ SDPയിൽ പോയാലും BJPയിൽ. അദ്ദേഹം പിന്നീട് പറഞ്ഞു. അപ്പോൾ അപ്പോഴും ആൾക്കാർ പോകുന്നുണ്ടെന്നുള്ളതാണല്ലേ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം NSS പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് NSSൻ്റെ സുകുമാരൻ നായർ 2 ദിവസം മുമ്പ് VD സതീശൻ എന്തൊക്കെയോ അല്ലേ പരസ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ ശേഷം ആ NSS ആസ്ഥാനത്ത് പോയിട്ട് ഒളിച്ചു നിൽക്കുന്നു. ആരായിരുന്നു, നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇത് സമവായം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ കേരള രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഷിഞ്ഞ് നാറാണ്, ദുഷിച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ 10 കാശ് ഉണ്ടാക്കാം, ഏത് പാർട്ടിക്കൊപ്പം നിന്നാലും തുട്ട് കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ചാടണം, അല്ലാതെ എന്തെങ്കിലും ആശയം വെച്ചിട്ടാണോ? പക്ഷെ ഇനിയും ഈ ഒരു ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു ജയരാജനൊക്കെ ചർച്ച നമ്മൾ കണ്ടതാണ്, ഒരുപാട് ചർച്ച നടത്തി നമ്മൾ ശോഭാ സുരേന്ദ്രൻ അവരൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നേരെ മറിച്ച് BJPയിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് അങ്ങനെ ആൾക്കാർ ചാടിപ്പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ആരും അല്ല അതിലേക്ക് അങ്ങോട്ട് പോകത്തില്ല, പക്ഷെ കപ്പലിൽ നിന്ന് ആൾക്കാർ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാട്ടം നാം ബംഗാളിൽ കണ്ടിട്ടുണ്ട്, ത്രിപുരയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ആ മാറ്റമാണോ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ഇത് ശബരിമല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുണ്ടല്ലോ, ഇവരിനി ഇടതുപക്ഷം ഏതൊക്കെ രീതിയിൽ അത് നമ്മൾ മറ്റുള്ള ഒരു തന്ത്രിയുടെ തലയെ കൊണ്ട് വെച്ചിട്ടോ പോയിട്ട് അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് കിടക്കണ എല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്, പ്രബലരായിട്ടുള്ളവരാണ്. ഇത് ജനരോഷമുണ്ട്. എനിക്കിപ്പോഴും അറിയാം, പെൻഷനൊക്കെ മേടിച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യപ്പാന്ന് മനസ്സുകൊണ്ട് വിളിക്കുന്ന ഓരോരുത്തർക്കും പൊറുക്കാനും മറക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് ഈ പാർട്ടി ചെയ്തത്. ശരിക്കും തുടക്കം മുതൽ നമുക്ക് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും അല്ലേ ശ്രീജിത്തെ? കാരണം ഒരു യുവതീ പ്രവേശനം എന്നുള്ളതിൻ്റെ മറവിൽ ഇവർ കാണിച്ചു കൂട്ടിയത് നമ്മൾ അറിയുന്നുണ്ടോ? ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയുന്നത്. അത് ഇത്രയും വലിയൊരു, ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് അവിടെ വിഗ്രഹം തന്നെ അവന്മാർ കടത്തിയിട്ടുണ്ടോയെന്ന്. ആ രീതിയിൽ നടന്നിട്ടുള്ളപ്പോൾ ആൾക്കാർ പിന്നെ കാശ്, ഇപ്പം നമുക്കറിയാം ഈ പൊതുകടം നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുവാണ്. എത്ര കോടി ഇവർ ഭരണത്തിന് വന്ന ശേഷം അപ്പം ഈ കുറേ കാശും കിറ്റും കൊടുത്തിട്ടൊന്നും ഒരു ജനതേനെ, കുറേ വയസ്സായ മനുഷ്യന്മാരെ നമുക്ക്
കാശില്ലാതിരിക്കുമ്പോൾ കൊടുക്കുമ്പം ഓക്കെ പണത്തിന് പണം തന്നെ വേണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിസ്റ്റത്തെ മൊത്തം റോട്ടനാക്കി കൊണ്ടുപോവാണ് ഒരു വ്യവസ്ഥിതി ലഹരി. നമുക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട് ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് കണ്ടിട്ട്. അത് ഈ 10 വർഷം കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി ഏറ്റവും അങ്ങേറ്റത്ത് അപജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലായിട്ടുണ്ട്. ലഹരി ആയിക്കോട്ടെ, മനുഷ്യൻ്റെ എല്ലാ രീതിയിലും ഗുണ്ടകളാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ല, ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഈ നേതൃത്വം കാണിക്കുന്ന അഴിമതികളും തീർച്ചയായും ഒരു പരിധി വരെ എനിക്ക് ഇപ്പൊ റെജി ലൂക്കോസ് ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അല്ലെ. റെജി ലൂക്കോസ് ഒക്കെ ഒരു വക്താവാണെന്ന് പറഞ്ഞ് നിന്ന ഒരാളാണ്. പക്ഷെ ഒരുപാട് അണികൾ മാറിപ്പോയിട്ടുണ്ട്, ചാടിപ്പോയിട്ടുണ്ട്. അത് നേതൃത്വം എന്നല്ല, ഇപ്പം കുറച്ചൊക്കെ തലയിൽ ആൾതാമസമുള്ള ആൾക്കാർ ആലപ്പുഴ ജില്ലയിലെ പരിശോധിച്ചാൽ എല്ലാ ദിവസവും അണികൾ മാറിപ്പോകും. ഇപ്പൊ BJP നല്ല കുറെ പേര് കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കാരണം അടുത്തൊരു ഭരണം കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ള ഇതുണ്ട്. അപ്പം കുറെ പേര് അതിലേക്ക് ചാടിപ്പോകുന്നുണ്ട്. കാരണം അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഈ അണികൾ പോണത് തീർച്ചയായിട്ടും തൊട്ട് കിട്ടുമെന്നോ അതൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ഇവന്മാരുടെ ആശയം മടുത്തിട്ടുള്ള ചാട്ടമാണ്. പക്ഷെ നേതൃസ്ഥാനത്തിലുള്ള ആൾക്കാർ പോകണം അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അത് ആശയമല്ല ആമാശയത്തിന് വേണ്ടി പോണതാണ്. പക്ഷെ നമ്മൾ സാധാരണ അണികൾ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മടുത്ത് അതായത് ഇവരിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് നേതാക്കന്മാർ കാശുണ്ടാക്കണതും ഈ ഒരു വിപ്ലവം പറഞ്ഞിട്ട് സംഭവം ആശയത്തിന് കുരുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് തുട്ടുകൊണ്ട് പോകണം കണ്ടിട്ട് സാധാ അണികൾ ചോദിക്കുന്നുണ്ടാവും, നമ്മൾ ഈ ഒരു പാർട്ടീനെ ഇങ്ങനെ ചിന്താഭാവം വിളിച്ച് നടന്നിട്ട് എന്ത് കാര്യം? സാധാ തൊഴിലാളി അല്ലെങ്കിൽ സാധാ അണികൾക്ക് എന്ത് ലാഭമാണ്? ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒഴുക്ക് നമ്മൾ ഈ ഒരു പോക്ക് പോണത് ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രിപുരയിലൊക്കെ കണ്ടതാണല്ലോ. ത്രിപുരയിൽ എന്താ അവസാനത്തെ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒഴുകി ഇറങ്ങുന്നത് വരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമുക്ക് ലോക്കൽ ബോഡിയിൽ ഇതിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഇവരിനി എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായിട്ടും തരിപ്പണായിട്ട് നിൽക്കുവാണ്. പക്ഷെ അപ്പോഴും നമുക്ക് നോക്കണം, BJPയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രം ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് പറയാം. കാരണം എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ്സിന് BJPക്ക് അനുയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ BJP നേതാക്കൾക്ക്, കേരളത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BJPയിലെ പ്രോമിനൻറ്റ് ലീഡേഴ്സിന് എതിരായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഇന്നും അവർക്കൊരു ലീഡറിനെ ചൂണ്ടിക്കാണിക്കാനില്ല. നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എത്രത്തോളം പേര് രാഹുൽ ഗാന്ധി മേ ബി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നല്ലവനായിരിക്കാം, പക്ഷെ ഒരിക്കലും അയാൾക്ക് പൊളിറ്റിക്സ് പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല കൈകാര്യം. അത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അവിടെയൊക്കെ തോറ്റ് തുന്നമ്പാടി പോയ ഒരു മനുഷ്യനാണ്. അവിടെ ഇന്ന് വരെയും ഒരു ദേശീയ നേതൃത്വത്തിന് മറ്റൊരു പ്രോമിനൻറ്റ് ലീഡറിനെ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇന്നും അവർക്ക് ഒരു യുവ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. അതിനപ്പുറം മറ്റൊരു ആരാ ഉള്ളത്? ആകെ ഉണ്ടായിരുന്നു സച്ചിൻ പൈലറ്റൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, ഒന്നും കാണുന്ന പോലുമില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. പിന്നെ നമ്മുടെ അറിയാം KC വാർ റൂം ടാക്ടിക്സുമായിട്ട് ഉള്ളിടത്തൊക്കെ പോയിട്ട് ചീച്ചി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇതാണ് സംഭവം. അന്നേരം കേരളത്തിൽ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും വോട്ട് ചോരി എന്ന് പറഞ്ഞു, ഇപ്പം സൈലൻ്റ് ആണ്. ഈ വോട്ട് ചോരി ചില സമയത്ത് മാത്രം വരും. പക്ഷേ ഇവിടെ ഏതെങ്കിലും സംസ്ഥാനത്ത് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചോരി ഇല്ല. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ അലിഗേഷൻസ് മാത്രമല്ല, തെളിവുകൾ, ഫാക്ട്സ്. ഇന്നിപ്പോൾ നോക്കൂ, വിരൽത്തുമ്പിൽ നമുക്ക് വിവര സാങ്കേതിക വിദ്യ തൊട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് നാളൊന്നും ആൾക്കാർ നമുക്ക് പ്രൊപ്പഗാൻഡാസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോമൺ പീപ്പിളിന് മനസ്സിലായിട്ടുണ്ട് ഇനി കേന്ദ്രം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്സ് എല്ലാവർക്കും മടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കോൺഗ്രസും വാളയാർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് BJPയും നമ്മുടെ ഇടതുപക്ഷമാണെങ്കിലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു. ശരിക്കും കണ്ണൂരിലൊക്കെ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നേതാക്കന്മാർ തമ്മിലുള്ള രഹസ്യധാരണ അതാലോചിക്കുമ്പം ആരവിടെ ഫൂൾസ് ആവണേ? ഈ രക്തസാക്ഷികൾ അല്ലെങ്കിൽ അവരിലുള്ള ബലിദാനികൾ, അവരുടെ കുടുംബം, അവർക്ക് ഉണ്ടായ നഷ്ടം, അതിൻ്റെ മേലെ ചവിട്ടി നിന്നിട്ടാണ് ഈ കോംപ്രമൈസ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം പോകുന്നത്. ശരിക്കും മടുത്തു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിനൻ്റ് നേതാക്കളെ കാലങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ പദവി ബദലായിട്ടുള്ളൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കോൺഗ്രസ് തരൂറിൻ്റെയൊക്കെ കുറേ ആശയങ്ങളുണ്ട്. നാഷണലിസ്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അല്ലേ പുള്ളിയുടെയൊക്കെ ഒരു പോണത്. അതായത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു ഹിന്ദുവാണ്, അതിൽ അറ്റ് ദ സെയിം ടൈം സനാതന വിശ്വാസിയാണ്, ബട്ട് ഈക്വലി ഗിവിങ് ഇമ്പോർട്ടൻസ് മറ്റെല്ലാ മതത്തിനെയും അങ്ങനെ കൊണ്ടുപോയിട്ട് നാഷണലിസത്തിന് പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ആർക്കും ഒരു തീവ്ര വർഗീയതയിലേക്ക് പോകണം മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത മനുഷ്യരെ ഉണ്ടാവും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, വീണ് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി വരുവാണെങ്കിൽ ഒരുപാട് പേരുടെ ചോർത്ത് അങ്ങോട്ടുണ്ടാവും. പക്ഷെ അതല്ലാതിരിക്കുന്ന കാലത്തോളം ഇപ്പം ആൾക്കാർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ തലത്തിലേക്ക് ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി തിരുവനന്തപുരം നഗരസഭയിലൊന്നും ആരും പ്രതീക്ഷിച്ചല്ല അല്ലേ. പിന്നെ അവരുടെ എന്ന് പറയുമ്പം സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ് അവരുടേത്. ഗ്രോത്താണ്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ
ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു പാർട്ടി ഇത്രയൊക്കെ നേടി ഇന്നൊരു നഗരസഭ പിടിച്ചെടുത്ത് അവർ അധികാരം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൈയടിച്ചേ പറ്റൂ. പിന്നെ അവർക്ക് വന്നിട്ടുള്ള അവരുടെ ആ ഒരു ആശയത്തിനോട് ഇഷ്ടം, ഒരുപക്ഷെ മോദിയോടുള്ള ഇഷ്ടം കൊണ്ടാകും വരുന്നതെല്ലാം നല്ല എന്താ നമ്മുടെ ബ്രെയിനി ആയിട്ടുള്ള ആൾക്കാരാണ്. സത്യമല്ലേ? നമുക്ക് സിവിൽ സർവൻസ് ഒക്കെ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ട് ഇവരുടെ ഒപ്പം പ്രവർത്തിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ അജണ്ടാസ് വെച്ചിട്ട് വർഗീയതയുണ്ട് ഈ പാർട്ടി എന്ന് പറഞ്ഞ് അതിപ്പോൾ ആൾക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒന്നാമതല്ല, ക്രൈസ്തവരൊക്കെ ഇവർക്കൊപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണല്ലേ. എൻ്റെയൊക്കെ പണ്ടൊക്കെ ഫ്രണ്ട്സ് ഈ BJP എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പേടിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം നോക്കുമ്പോൾ കൺസെപ്റ്റൊക്കെ മാറി. അവരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും അവർക്കിപ്പോൾ ഭയങ്കര ഒരു സേഫ്റ്റി ഫീല് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ ഇവർ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്ത പോലെയുള്ളൊരു സംഭവം അല്ലാന്നൊരു ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവണത് കൊണ്ടാണ് പലർക്കും റെജി ലൂക്കോസൊക്കെ പ്രസക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവരുടെ ഗ്രോത്ത്. ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഇനി കേരളത്തിലാണെങ്കിലും ഏത് പാർട്ടി മുന്നോട്ട് വളരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വളരാൻ ചാൻസ്, ഇപ്പോൾ അധികാരം ഉടനെ കിട്ടുമൊന്നുമില്ല, പക്ഷേ വളരാൻ ചാൻസ് ഉള്ളൊരു പാർട്ടി എന്ന് പറയുമ്പോൾ BJP ആണ്. പിന്നെ കോൺഗ്രസ് അവരുടെ നയങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രീണനമൊക്കെ നിർത്തിയിട്ട് കൃത്യമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെതായ കുറേ നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും വളർച്ചയുണ്ട്. പക്ഷെ ദേശീയ തലത്തിലെ കാര്യം എനിക്കറിയില്ല, അവിടെ പ്രോമിനൻ്റ് ആയിട്ട് ഉള്ള ഒരു ലീഡറോ ഒന്നുമില്ല. പക്ഷെ കേരളത്തെങ്കിലും അവർ അനിസ്പ്രേ ആവാതിരിക്കും. പക്ഷെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടു. ആശയം പോളണ്ട് എന്നൊക്കെ എടുത്ത് ചെവിയിൽ തൂക്കിയെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു. പോളണ്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റും കായെന്ന് മിണ്ടിക്കഴിഞ്ഞാൽ വെടിവെച്ചിടും എന്ന് പറഞ്ഞാൽ കൂടെ ആ രീതിയായല്ലേ. പക്ഷെ കേരളത്തിലും ഇനി ഇവരെ കണ്ടു കഴിഞ്ഞാൽ പൊറോട്ട അടിക്കാൻ, ബംഗാളിൽ പൊറോട്ട അടിക്കാൻ വന്ന ആൾക്കാരുണ്ട്, ഇനി ഇവരിവിടെ പോകുന്ന എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും സേഫ് സോൺ എന്ന് പറഞ്ഞിട്ട് നേരെ BJPയിലേക്ക് ചാടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് BJPക്കൊക്കെ കുറച്ചെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ PP ദിവ്യയെ പോലെയൊക്കെ ഉള്ള രക്തരക്ഷസുമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരിതാണ് കേട്ടോ. അതൊരു ശരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും വെറുപ്പ് തോന്നും ഇവരുടെയൊക്കെ ഈ ഒരു പ്രത്യക്ഷ. അങ്ങനെയാണെങ്കിൽ BJPയും ഈ മറ്റേ എന്താ പറയുക SDP ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നപ്പോഴത്തെ ഇവർ ആരെയും നമുക്ക് കുറ്റം പറയാൻ അവകാശം ഉണ്ടാവില്ല. കാരണം അത്രയും മനുഷ്യരെ മനസ്സിൽ ഏറ്റവും വിഷമുണ്ടാക്കണം നവീൻ ബാബുവിനെ പോലെ ഒരു മനുഷ്യനെ കൊന്നിട്ട് കൊലവിളിച്ച് നടത്തേക്കണം ആ സ്ത്രീനൊക്കെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകളൊക്കെ BJPക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും. പക്ഷേ ഗ്രാഫ് ഈ പാർട്ടിക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.